വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും വന്നേക്കണെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബാഗ് ഡ്രോയിങ് 3Dയിലും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഒരു അടിപൊളി ഒരു കിടിലം വീഡിയോ ആയിട്ടാണ് ഗൈസ് എന്തായാലും വന്നേക്കണെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ തരട്ടെ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനെടുത്തോളാം, ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ വീഡിയോസ് അപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഓക്കെയാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ അടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 100 കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ. അപ്പം 100 ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ വേറെ ലെവലും ആയിരിക്കും. അപ്പം നമുക്ക് എന്തായാലും കുറച്ച് ലൈക്കിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 100 ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. 100 കാര്യങ്ങളൊക്കെ എന്തായാലും എത്തണം. ഓക്കെ, അപ്പം 100 ലൈക്കും കാര്യങ്ങളൊക്കെ എത്തണം, അതാണ് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ് ഗൈസ് നമ്മുടെ മെയിൻ സംഭവം. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്ത് എന്തായാലും കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളൊക്കെ പറയാനായിട്ട് പോകണമെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഒരു സംഭവമായിട്ടാണ് ഗൈസ് നമ്മൾ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നെന്തായാലും ഞാൻ സ്റ്റോറി വീഡിയോ അതല്ലാതെ നമ്മുടെ വെബ് സീരീസ് വീഡിയോ അങ്ങനെ ഒന്നും തന്നെ ആയിട്ടല്ല നമ്മൾ വന്നേക്കണം. ഞാൻ നിങ്ങളൊരു സംഭവങ്ങളൊക്കെ കാണിക്കാനായിട്ടാണ് കേസ് ഞാൻ എന്തായാലും പോകണം. നമ്മുടെ ഗെയിമിലും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ ഒരു സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സാധനം എന്തെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. യെസ് ഗൈസ്, നമ്മുടെ GTA 5 ഗെയിമുകളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും GTA 5 ഗെയിമുകളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ഗെയിമുകളൊക്കെയാണ് GTA 5 ഗെയിമുകളൊക്കെ. നമ്മളൊരു ദിവസം എന്തായാലും GTA 5 ഗെയിമുകളൊക്കെ കളിച്ച് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ GTA 5 ഗെയിമിലും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ എന്നുള്ളൊരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമ്മുടെ GTA 5 ഗെയിമിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഗെയിമിലുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ബാഗ് ഡ്രോയിങ് 3Dയിൽ ഞാൻ എടുത്തിട്ട് എന്തായാലും ഉണ്ട്. നമ്മുടെ പ്രോപ്സ് വെച്ച് ബിൽഡ് ചെയ്ത ഒരു ഹൗസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു യൂട്യൂബറിൻ്റെ ചാനലിൻ്റെ അടിയിലുള്ള ലിങ്ക് വെച്ച് ഞാൻ എന്തായാലും ആ ഒരു വീടുകളൊക്കെ എടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഈ പ്രോപ്സ് വെച്ച് ഉണ്ടാക്കിയാണ്. നല്ലൊരു കിടുക്കാച്ചായിട്ടുള്ളൊരു വീടാണ്. കറക്റ്റ് നമ്മുടെ GTA 5 ഫ്രാങ്ക്ലിൻ്റെ വീടുകളൊക്കെ പോലെ തന്നെയാണ് എന്തായാലും ഇരിക്കണത്. അപ്പോൾ അതെന്തായാലും നിങ്ങളെന്തായാലും ഫസ്റ്റ് എന്തായാലും കോപ്പിങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊക്കെ എന്തായാലും ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്കിലൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വീഡിയോകളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ആ ഒരു വീഡിയോയിലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ആ ഒരു വീടിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലോട്ട് പോകാൻ പറ്റും. പിന്നെ ആ ഒരു വീഡിയോയിൽ എന്തായാലും ആ ഒരു ചാനലിൻ്റെ അടിയിൽ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്തായാലും ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീടുകളൊക്കെ ഉണ്ടാക്കണ ആ ഒരു ഫുള്ളായിട്ടുള്ള ഒരു ലിങ്കുകളൊക്കെ കാണാം. ആ ഒരു ലിങ്ക് എന്തായാലും നിങ്ങൾ അകത്ത് കയറണം. എന്നിട്ട് അതിലെന്തായാലും ബാക്കി സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ ആ ഒരു ലിങ്കിനെ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഒരു ഇൻ്റർനെറ്റ് ഓപ്ഷനിലൊക്കെ നിങ്ങൾ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പേസ്റ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ട് നമ്മളെന്തായാലും ഒന്ന് ബാക്ക് പോയിട്ട് ഒന്ന് തിരിച്ച് കയറുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായാലും ഫ്രാങ്ക്ലിൻ്റെ വീട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനുകളൊക്കെ പറയുന്നത് ഫസ്റ്റ് നമ്മളെന്തായാലും വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങണം. അപ്പോൾ നിങ്ങൾ വരേണ്ട ലൊക്കേഷനിലൊക്കെ പറയുന്നത് നമ്മുടെ ഓൾഡ് ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഓൾഡ് ഹൗസിൽ നിന്ന് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോണ വഴിയില്ലേ, അവിടെയാണ് കേസ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീടും കാര്യങ്ങളൊക്കെ എന്തായാലും ഉള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കിടിലം വീടും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീട് എടുക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം. നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴത്തെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയുടെ ഒരു ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഒരു ഗെയിമറുകളൊക്കെ ഉണ്ടാക്കിയ ഒരു വീടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പുള്ളിയാണ് എന്തായാലും ഈ ഒരു വീടുകളൊക്കെ ഉണ്ടാക്കിയത്. അപ്പം പുള്ളിയുടെ തന്നെയായിട്ടുള്ള സെറ്റ് ചെയ്ത് അയക്കി വെച്ചിട്ടുള്ള ഒരു ലിങ്ക് പോലത്തെ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ എന്തായാലും കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് എന്തായാലും ഞാൻ നമ്മുടെ ചാനൽ എന്തായാലും
ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരുന്നാലും ഉണ്ട്. ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഒരു വീഡിയോയുടെ ലിങ്കാണ്. അതിൽ പ്രസ് ചെയ്തിട്ട് നിങ്ങളൊരു വീഡിയോയിലോട്ട് പോകും. എന്നിട്ട് ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീട് എങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുള്ളതും അതേപോലെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു വീട് എടുക്കാമെന്നുള്ള ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്തായാലും ആ ഒരു ലിങ്കിൽ എന്തായാലും നിങ്ങൾ പ്രസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെന്തായാലും ആ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തിട്ട് നിങ്ങളെന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് മിനിമൈസ് ചെയ്ത് കയറിയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ആ ഒരു വീടും കാര്യങ്ങളൊക്കെ നിങ്ങളെന്തായാലും ഇൻ്റർനെറ്റ് ഓപ്ഷൻ വഴി എന്തായാലും എടുക്കണം. ഇൻ്റർനെറ്റ് ഓപ്ഷൻ വഴി എടുത്തിട്ട് നിങ്ങളൊന്ന് ഫുള്ളായിട്ട് എന്തായാലും ഒന്ന് ബാക്ക് പോയിട്ട് തിരിച്ച് കയറിയിട്ട് ഞാൻ പറഞ്ഞ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഫ്രാങ്ക്ലിൻ്റെ വീടും കാര്യങ്ങളൊക്കെ എന്തായാലും കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീടും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം നല്ല കിടുക്കാച്ചായിട്ടുള്ളൊരു വീടാണ്. കറക്റ്റ് ഇവിടെ ഫ്രാങ്ക്ലിൻ്റെ വീട് പോലെ തന്നെ എന്തായാലും ഉണ്ട്. നമ്മുടെ ഒരു വലിയൊരു മല പോലെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഒരു സൈഡിലുള്ളൊരു വീടും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ. അതേപോലെ തന്നെ ബിൽഡ് ചെയ്ത് എന്തായാലും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും നമ്മുടെ ഒരു GTA 5 നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ആ ഒരു വീട്ടിൽ കാര്യങ്ങളൊക്കെ ഇതേപോലത്തെ ഒരു ഗറാജും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അതേപോലെ തന്നെ ഒരു സെയിം ആയിട്ടുള്ളൊരു ഗറാജും കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ എന്തായാലും നമ്മുടെ ഈ ഒരു ഫ്രാങ്ക്ലിൻ്റെ ഒരു വീട്ടിലും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ കാറും കാര്യങ്ങളൊക്കെ നമുക്ക് പാർക്ക് ചെയ്ത് എന്തായാലും വെക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വേറൊരു വീടും എന്തായാലും നമ്മുടെ ഈ ഒരു ഗെയിമിലും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാക്കിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഉണ്ട്. പക്ഷെ അതിൻ്റെ ലിങ്ക് എനിക്ക് ഇതിനായിട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ ലിങ്ക് എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഞാൻ എന്തായാലും ആ ഒരു ഹൗസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനെക്കുറിച്ച് ഇതേപോലെ റിവ്യൂ പോലെ എന്തായാലും ഞാൻ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീട് നല്ല കിടുക്കാച്ചയുടെ വീടാണ്. നല്ല സൂപ്പറായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ആ GTA 5 നമ്മുടെ ആ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലുള്ള ആ ഒരു ഗറാജും കാര്യങ്ങളൊക്കെയാണിത്. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് പോകാനുള്ള വഴി, ഇത് പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലോട്ടുള്ള വഴിയാണ്. നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമായിരിക്കും. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞു തന്നാണ്. ഓക്കെ, ഇതുവഴി കൂടെ നമുക്ക് നേരെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്കാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ആ ഒരു തൊട്ട് സൈഡിലുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മുകളിലുള്ള പോർഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് നേരെ മല പോലെ ഒരു ഇങ്ങോട്ടൊരു സംഭവം ഉണ്ട്. അവിടെ മുകളിലിങ്ങനെ കയറി പോകാനായിട്ടാണ് നമ്മുടെ ഒറിജിനലായിട്ടുള്ള ഗെയിമിലുള്ള വീട്ടിലൊക്കെ. അതേപോലെ തന്നെ വലിയൊരു ഇങ്ങനത്തെ ഒരു നമ്മുടെ ബാൽക്കണി പോലത്തെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ എന്തായാലും സെറ്റ് ചെയ്ത് എന്തായാലും വെച്ചിട്ട് എന്തായാലും ഉണ്ട്. ബാൽക്കണി ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഏറ്റവും താഴെ എന്തായാലും ഒന്ന് ഫുള്ളായിട്ട് എന്തായാലും പോയി നോക്കാം. നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഏറ്റവും അടിയിലോട്ട് എന്തായാലും നൈസായിട്ട് എന്തായാലും നടന്നെന്തായാലും പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ ഏറ്റവും അടിയിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ GTA 5 കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഫ്രാങ്ക്ലിനും കാര്യങ്ങളൊക്കെ ഒരു പട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ പട്ടിയുടെ പേരാണ് ചോപ്പ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ ആ ഒരു ചോപ്പിൻ്റെ കൂടാണ്. നല്ല അടിപൊളിയായിട്ടാണ് ചോപ്പിൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കണം. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ ചോപ്പിൻ്റെ കൂടും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ GTA 5 നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ പട്ടിയാണ്. ഓക്കെ, അപ്പം ഫ്രാങ്ക്ലിൻ്റെ പട്ടിയുടെ കൂടാണ്. ഓക്കെ, ചോപ്പിൻ്റെ കൂട്. ഓക്കെ, പട്ടിയുടെ പേരാണ് ചോപ്പ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേസ് ഇതെന്ന് വെച്ചാൽ അതുതന്നെ ഇവിടെ നേരെ താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലുള്ള പോലെ തന്നെയാണ്, സെയിം അതേപോലെ തന്നെയാണ് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പിന്നെ കുറേ മരങ്ങളും പിന്നെ ഇവിടെ എന്തൊക്കെയോ ചെയറോ അങ്ങനെ എന്തൊക്കെയോ ഡൈനിങ് ടേബിളോ അല്ല എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്തായാലും ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടൊക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഈ വെള്ളം പോലത്തെ ഈ ഒരു സംഭവം എടുത്തത്? സത്യത്തിൽ ഈ ഒരു വീടുകളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചേക്കണം വെച്ചാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണെങ്കിൽ കുറച്ച് ദൂരം ഇങ്ങനെ വെള്ളമൊക്കെ വെച്ചിട്ട് ഒരു റാമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, തൊട്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാം. ഇത് ആ ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ അവൻ്റെ തൊട്ടടുത്ത് വെള്ളത്തിലോട്ട് ചേർത്താണ് ഈ ഒരു വീടുകളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. അതുകൊണ്ട് നല്ല സുഖമായിട്ട് സ്വിമ്മിംഗ് പൂളുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് വരും. അങ്ങനെ സെറ്റ് ചെയ്താൽ മതി. അല്ലാതെ സ്വിമ്മിംഗ് പൂളല്ലാതെ നമുക്ക് എന്തായാലും എടുക്കാനായിട്ട് ഒന്നും തന്നെ പറ്റത്തൊന്നും തന്നെ നമുക്ക് എന്തായാലും ഇല്ല. ഓക്കെ, പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് ഈ ഒരു വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിങ്ങനെ കിടക്കാനുള്ള ഒരു സംഭവമാണ് ഇതെന്ന് വെച്ചാൽ. പിന്നെ ഇവിടെ നമുക്കിങ്ങനെ കയറി വരാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്ന്. പിന്നെ ഇവിടെയും കിടക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ എന്നൊക്കെ നോക്കി. പിന്നെ ഇവിടെ എന്തോ ഒരു കിടക്കാനുള്ള സംഭവമുണ്ട്. പിന്നെ ഇതെന്താണോ എന്തോ എനിക്ക് തോന്നുന്നു ഇതെന്തോന്ന് വിശ്രമിക്കാനുള്ള എന്തോ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഒറിജിനൽ വീട്ടിൽ ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇവരിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണത്. നല്ല സൂപ്പറായിട്ട് ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാക്കിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പം കൃഷ്ണ ഗെയിമർ എന്നുള്ളൊരു ബ്രോയിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കണം. ഓക്കെ, അപ്പോൾ പുള്ളിയുടെ ചാനലിൻ്റെ ഒരു വീഡിയോയുടെ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം.
പിന്നെ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് ഈ ഒരു വീട് കംപ്ലീറ്റ്ലി എടുക്കാൻ പറ്റണ ആ ലിങ്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അവിടെ പോയി നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഇൻ്റർനെറ്റ് ഓപ്ഷൻ വഴി എടുത്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒന്ന് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ളായിട്ടൊന്ന് ബാക്ക് പോയിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീട് കാണാൻ കിട്ടുന്നതാണ്. ഒരു നൈസ് വീടാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വീടിലോട്ട് ഉള്ളിലോട്ട് എന്തായാലും നമുക്ക് കയറാം. ഓക്കെ, ഇവിടുത്തെ ബാക്കി സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് എന്തായാലും കയറാം. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. നല്ല കിടുക്കാച്ചായിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയേക്കണത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇവിടെ എന്തായാലും ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ സൈഡിലോട്ട് ഇപ്പോൾ എന്തായാലും ഒരു അണ്ടർഗ്രൗണ്ട് പോലത്തെ ഒരു ഏറ്റവും അടിയിലത്തെ ഒരു ഫ്ലോർ പോലത്തെ ഒരു സംഭവമാണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, അണ്ടർഗ്രൗണ്ട് എന്ന് ഉദ്ദേശിച്ചാൽ വെച്ചാൽ വീടിൻ്റെ അടിയിലോട്ട് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ GTA5 ഒറിജിനലായിട്ടുള്ള നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഒരു വീട് പോലെ തന്നെ സെറ്റ് ചെയ്യണം. പിന്നെ ഇത് നമ്മുടെ തൊട്ട് സൈഡിലുള്ള നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ അലമാരയായിട്ടാണ് ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കുന്നത്. എല്ലാം പ്രോപ്സ് വെച്ച് പിന്നെ ഫുള്ളായിട്ട് നമ്മുടെ മറ്റേ വോളും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയത്. നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെയാണ്. ബെഡൊക്കെ എല്ലാം സൂപ്പറായിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മുടെ ലൈറ്റും പിന്നെ സൈഡിലായിട്ടൊരു കണ്ണാടി പോലെയൊക്കെയാണ് ഉദ്ദേശിച്ചേക്കണം. ഓക്കെ, എന്നാലും നല്ല കിടുക്കാച്ചായിട്ടാണ് ഉണ്ടാക്കിയേക്കണം ഈ വീടൊക്കെ. എനിക്ക് എന്നാലും നല്ല രീതിയിൽ വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഉണ്ട്. നല്ല നൈസ് ലുക്കും കാര്യങ്ങളൊക്കെയാണ്. ഒറിജിനലായിട്ടുള്ള ഫ്രാങ്ക്ലിൻ്റെ വീടാണ്. പിന്നെ ഇതൊക്കെ ഡോറ് പോലെയാണ് ഉദ്ദേശിച്ചേക്കണം. ഇതൊന്നും തന്നെ അകത്ത് കയറാനൊന്നും തന്നെ പറ്റത്തൊന്നും തന്നെ ഇല്ല. ഓക്കെ, പിന്നെ ഒരു വീടിൻ്റെ ഈ ഒരു പോർഷൻ എന്തായാലും ഇതുവരെ ഉള്ളൂ. നമ്മുടെ ഏറ്റവും അടിയിലത്തെ ഗ്രൗണ്ട് ഫ്ലോറും കാര്യങ്ങളൊക്കെ ഇതുവരെ ഉള്ളു. ഞാൻ ഇപ്പോൾ നിൽക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വീട്ടിലുള്ള ഗ്രൗണ്ട് ഫ്ലോറാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ വീടൊക്കെ വെച്ച് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസും വെബ് സീരീസ് വീഡിയോസും സ്റ്റോറീസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാം. നല്ല കിടുക്കാച്ച വീടാണ്. ഒറിജിനലായിട്ട് എങ്ങനെയാണ് ഫ്രാങ്ക്ലിൻ്റെ വീടിരിക്കുന്നത് അതേപോലെയാണ് ഉണ്ടാക്കിയാണ്. ഇവിടെ എന്തോ സംഭവം ഉണ്ടെന്ന് തോന്നല്ലോ. അപ്പോൾ അതെന്തോ ചെടി പോലെയാണ്. അല്ലാതെ വേറൊന്നും തന്നെ ഇല്ല. സ്റ്റേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയത്. ഓക്കെ, എനിക്കെന്തായാലും ഈ വീട് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുക്കാം. ഓക്കെ, ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് ഇൻ്റർനെറ്റ് ഓപ്ഷൻ വഴി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട് എടുക്കാം. ഓക്കെ, അയ്യോ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാൻ മറന്നു. നോക്കി, ഇതിൻ്റെ ഉൾവശം ഞാൻ കാണിച്ചില്ല. ഓക്കെ, ഇങ്ങനെ കയറി എന്നിട്ട് ഈ സൈഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വീടിൻ്റെ ഉള്ളിലോട്ട് എന്നാലും കയറാനുണ്ട്. ഇവിടെയൊക്കെ കംപ്ലീറ്റ്ലി എന്തൊക്കെയോ ചെയ്തൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ഇവിടെ ഇഷ്ടം പോലെ ഡൈനിങ് ടേബിൾ പോലത്തെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കേസുണ്ട്. ഇവിടെ എന്തോ ഒരു നമ്മുടെ മറ്റേ റൗണ്ട് ഇരിക്കുന്ന സാധനം വെച്ച് ഉണ്ടാക്കിയൊരു സാധനമാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയോ സംഭവം ഉണ്ട്. ഇവിടെ എന്തോ ഗൈസ് ഇതെന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്. നമ്മുടെ ഒറിജിനലായിട്ടുള്ള നമ്മുടെ GTA5 ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ആയിട്ടൊരു സോഫയും പിന്നെ TV-യുടെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട്. നമ്മുടെ TV സ്റ്റാൻഡൊക്കെ ഉള്ള ഒരു സംഭവം കാര്യങ്ങളൊക്കെ ആണൊക്കെ. അപ്പം അതാണ്. ഓക്കെ, നമ്മുടെ TVയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കണത്. എന്തായാലും അത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഇനി ഇവിടെ ഒരു കസേരയും കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഉണ്ട്. പിന്നെ ഇവിടെ എന്തായാലും കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഗെയിമിൽ ചെറുതായിട്ട് ലാഗ് കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഇച്ചിരി പാടാണ്. പിന്നെ ഇവിടെ സൈഡിലായിട്ട് എന്തായാലും ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തിട്ട് എന്തായാലും ഉണ്ട്. അത് കൊള്ളാം. നല്ലൊരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഒറിജിനലായിട്ട് ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലെന്തായാലും ഉള്ളതാണ്. ഓക്കെ, പിന്നെ ഇവിടെ നേരെ അകത്തോട്ട് അവിടെ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, അതെന്താണ്? ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഈ ഒരു ഏരിയ നമ്മൾ നോക്കി, ഇത് കിച്ചണാണ്. ഓക്കെ, ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലുള്ള കിച്ചണും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ കിച്ചണാണ്. ഓക്കെ, കിച്ചൺ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ അതേപോലെ ഉള്ളതുപോലെയൊക്കെ തന്നെയാണ്. നമ്മുടെ ഒരു ബാൽക്കണിയും കാര്യങ്ങളൊക്കെയാണ് സൈഡിലുള്ള. പിന്നെ ഇങ്ങോട്ടെന്നാണെങ്കിൽ ഇവിടെ ഒരു പ്ലെയിൻ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ ഇത്രയാണ് ഗൈസ് നമ്മുടെ ഈ ഒരു ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലുള്ളത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയേക്കണത്. ഓക്കെ, അപ്പം നിങ്ങൾക്കും എന്തായാലും ഈ ഒരു വീടുകളൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റുകളൊക്കെ ചെയ്യും ഈ ഒരു വീട് എങ്ങനെയുണ്ടെന്ന്. അപ്പം നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് എന്തായാലും നമുക്കെന്തായാലും പോവാം. ഓക്കെ, എന്നാലും നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കിയേക്കണം. ഓക്കെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഉണ്ട് ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ. നല്ല അടിപൊളിയായിട്ടാണ് പ്രോപ്സൊക്കെ വെച്ച് എന്തായാലും ഉണ്ടാക്കിയേക്കണം. എനിക്കെന്തായാലും നല്ല രീതിക്ക് എന്തായാലും ഈ ഒരു വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടു. എന്തായാലും നമ്മുടെ ഒറിജിനലായിട്ടുള്ള ഫ്രാങ്ക്ലിൻ്റെ വീടെന്ന് വെച്ചാൽ നല്ല സൂപ്പറായിട്ടാണ് ഉണ്ടാക്കിയേക്കണം. അതേപോലെ തന്നെയാണ് ഈ ഒരു വീട് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ചുറ്റുപാടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കാർ പോർച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ടാണ്. ഓക്കെ, നമ്മുടെ മറ്റേ ഷട്ടറോ കാര്യങ്ങളൊന്നും തന്നെ എന്തായാലും ഇല്ല. അല്ലാതെ തന്നെ ഇങ്ങനെ കാർ പോർച്ചെല്ലാം ഉണ്ടാക്കി വെച്ചേക്കാണ്. നമ്മുടെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞ സൈഡാണ്. ഓക്കെ,
ഇതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഹൗസ്. ഇനി ഒരു വീടും കൂടെ ഉണ്ട് ഫ്രാങ്ക്ലിൻ്റെ തന്നെ ആയിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടിയില്ല. അത് കിട്ടിയിട്ട് ആ വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തായാലും അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടുള്ള ഒരു വീഡിയോ എന്തായാലും പറയുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മറ്റേ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാം. ഓക്കെ, പിന്നെ അതേപോലെ ഇതൊക്കെ ഫുള്ള് കണ്ട റോഡിൻ്റെ പ്രോപ്സ് ചെയ്തേക്കാണ് കേട്ടോ. നമ്മുടെ ആ ഒരു വലിയൊരു മല പോലത്തെ ഒരു സംഭവമല്ല, അതാണ് ഉദ്ദേശിച്ചേക്കണം. ഓക്കെ, എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ബിൽഡ് ചെയ്തിരുന്നാലും ഉണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ച വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.